അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയവുമായി നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാ ഞായറാഴ്ചകളിലും നാം പഠിക്കുന്നത് സംശയ നിവാരണങ്ങളാണ്. നമ്മളോട് കമന്റ് ബോക്സിൽ വന്ന സംശയങ്ങൾ, നമ്മളോട് നേരിട്ട് ചോദിച്ച സംശയങ്ങൾ, നമ്മുടെ ഗ്രൂപ്പിലൂടെ വന്ന സംശയങ്ങൾ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട സംശയങ്ങളെല്ലാം ഒരുമിപ്പിച്ച് കൂട്ടിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ മുമ്പ് ഞായറാഴ്ച നമ്മൾ നിർത്തിവെച്ചത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഖീഖ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയ നിവാരണങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു പഠിക്കാനും പകർത്താനും ദീനിന്റെ നിയമങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് അത് പഠിപ്പിക്കുവാനും അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം, കൂടുതൽ അറിവ്. അതുകൊണ്ട് വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞു പോവുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ സംശയം, ഈ കുട്ടി ജനിച്ചാൽ അഖീഖ അറുക്കേണ്ടത് ആരാണെന്നാണ്. കുട്ടി ജനിച്ചാൽ അഖീഖ അറുക്കൽ, കുട്ടിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായ രക്ഷിതാക്കൾ ആരാണോ അവരാണ് കുട്ടിക്ക് അഖീഖ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ സംശയം, 7-ാം ദിവസം അഖീഖത്തിന്റെ അറവ് സുന്നത്താണെന്ന് പറഞ്ഞു. എന്നാൽ പ്രസവ ദിവസം 1-ാമത്തെ ദിവസമായി പരിഗണിക്കൂ. അപ്പൊ കുഞ്ഞിനെ അഖീഖ ഇറക്കേണ്ടത് 7-ാം ദിവസമാണല്ലോ, 7-ാം ദിവസമാണ് സുന്നത്ത്. അപ്പൊ സ്വാഭാവികമായും പ്രസവിച്ച അന്നത്തെ ദിവസം പരിഗണിക്കുമോ എന്നാണ് ചോദ്യം. പ്രസവം നടന്നത് പകലാണെങ്കിൽ ആ ദിവസം കൂടി കൂട്ടിയാണ് 7 ദിവസം എടുക്കുക. രാത്രിയാണെങ്കിൽ പിറ്റേന്ന് പകൽ മുതലാണ് അതിനെ പരിഗണിക്കുക എന്ന് തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ഇനിയോ, മൂന്നാമത്തെ സംശയം, അഖീഖത്ത് അറുക്കാൻ കഴിവുണ്ട്. കുഞ്ഞ് ജനിച്ചാൽ അഖീഖ അറുക്കണം. അപ്പൊ അഖീഖ അറുക്കാൻ കഴിവുണ്ടായിട്ടും അത് അറുക്കാതിരുന്നാൽ പ്രശ്നമുണ്ടോ? കുറ്റം ലഭിക്കില്ല. അതിനുത്തരം കുറ്റം ലഭിക്കുകയില്ല. എന്നാൽ കഴിവുണ്ടായിട്ടും അഖീഖത്തിന്റെ അറവ് നടത്താതിരുന്നാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ, നാളെ മഹ്ശറയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ശുപാർശ ചെയ്യുമ്പോൾ ആ മക്കൾക്ക് ശുപാർശ ചെയ്യാൻ കഴിയില്ല. മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മക്കൾക്ക് കഴിയില്ല എന്ന് തുഹഫ് ഇആനത്ത് പോലെയുള്ള ഗ്രന്ഥത്തിൽ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മളെ രേഖപ്പെടുത്തി തരികയാണ്. ഇനി അടുത്ത സംശയം, ഇനി പ്രസവിച്ചപ്പോ കുഞ്ഞിന് ജീവനില്ല, പ്രസവിച്ചപ്പോ ചാപിള്ളയാണ്, എന്നാൽ ആ കുഞ്ഞിന് സുന്നത്തുണ്ടോ എന്നാണ്. അതെ, ആ കുഞ്ഞിന് അഖീഖത്ത് കൊടുക്കണം. അതിന് കാരണം എന്താ? അതിന് കാരണം 4-ാം മാസത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞിന് റൂഹിനെ ഊതപ്പെടും. കുഞ്ഞിന് റൂഹ് ഊതിയ അന്ന് മുതൽ കുട്ടിയാണ്, ആ ജീവനുണ്ട് അതിന്. അതുകൊണ്ട് അതിനെ പ്രസവിക്കുമ്പോ ചാപിള്ളയാകട്ടെ കുട്ടിയാകട്ടെ ജീവനുള്ളതാകട്ടെ അതിന് അഖീഖ അറുക്കൽ ബാധ്യതയാണ്. അതുപോലെ പ്രസവിച്ച ഉടനെ കുട്ടി അങ്ങ് മരിച്ചാലോ, പ്രസവത്തിൽ കുട്ടി അങ്ങ് മരണപ്പെട്ടു, എന്നാലും ആ കുട്ടിക്ക് അറവ് അഖീഖ അറുക്കൽ സുന്നത്താണ്. ഇനി ഏതൊക്കെ മൃഗത്തെയാണ് അറുക്കാനുള്ളത്? ആൺകുട്ടിയാണെങ്കിൽ 2 മൃഗത്തിന് അറുക്കണമെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പറഞ്ഞാൽ, ഏത് കുട്ടിയാൽ, ആണായാലും പെണ്ണായാലും ഉളുഹിയത്തിന് പറ്റുന്ന ഒരു മൃഗത്തെ കൊടുത്താൽ മതിയാകും. അതല്ല 7-1 ഷെയറിൽ കൂടിയാലും മതിയാകും. പക്ഷേ തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ജനിക്കുന്നത് ആൺകുട്ടിയാണ് എങ്കിൽ ജനിക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ 2 പെണ്ണ് ആടിനെയും, ഹദീസിൽ വന്നതുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്താണ്. അതായത് ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ അറുക്കണം. ആടാണെങ്കിൽ, മാടാണെങ്കിൽ 1 മതി, പെണ്ണാണെങ്കിൽ 1 അറുത്താൽ മതി. പക്ഷേ ഏതെങ്കിലും അതിൽ 2-ന് കഴിവില്ല, ആൺകുട്ടിയാണ് ജനിച്ചത്, ആ സുന്നത്ത് വീടാൻ 1 എണ്ണത്തിനെങ്കിലും അറുത്താൽ മതിയാകും എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. അതുപോലെ അഖീഖത്തിന് അറുക്കുന്ന ഏറ്റവും നല്ല സമയം സൂര്യൻ ഉദിക്കുന്ന സമയത്താണെന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതെ, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അറുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കണം. ഇനി അതുപോലെ മറ്റൊരു സംശയമാണ്, 7 കുട്ടികൾ, അതായത് വീട്ടില് 7 മക്കളുണ്ട്, ഒരാൾക്കും കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പോത്തിനെ വാങ്ങി, ഒരു പോത്തിനെയോ ഒരു ഒട്ടകത്തിനെയോ വാങ്ങി 7 മക്കൾക്കും കൂടി കൊടുക്കാമോ? അത് കൊടുക്കൽ ശരിയാകും. 7 മക്കൾക്കും കൂടി ഒരു മാടിനെയോ ഒരു ഒട്ടകത്തെയോ
വാഹനത്തെയോ കൊടുത്താൽ അഖീഖയുടെ ഖളാ വീടും ആ സുന്നത്തായ അഖീഖ നിറവേറുന്നതാണ് എന്ന് തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇനിയോ അടുത്ത മറ്റൊരു സംശയം, കുട്ടിയുടെ മുടി കളയലും അഖീഖത്തിന്റെ അറവും ഒരേ സമയത്ത് വേണമെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. ചില നാടുകൾ അങ്ങനെ പറയുന്നുണ്ട്. ഉസ്താദെ, അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നാണ്. അത് ആ കേൾവി ശരിയല്ല, അത് ശരിയല്ല. പിന്നെയോ ആദ്യം കുഞ്ഞിന്റെ മുടി കളയുക, അതാണ് സുന്നത്ത്. പിന്നീടാണ് അറവ് നൽകേണ്ടത്. അതിനു മുമ്പാണ് കുഞ്ഞിന് പേര് നൽകേണ്ടത്. അപ്പൊ എന്താ വരേണ്ടത്? ഒന്ന്, കുഞ്ഞിന് മുടി കളയുക. 2, പേരിടുക. 3, എന്ത് ചെയ്യുക? അറവ് നടത്തുക. ഇതാണ് സുന്നത്തായ രീതി എന്ന് ബാജൂരി പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇനി ഉസ്താദെ, ചില നാടുകളിൽ ചില കാരണവന്മാർ, ചില ഉമ്മമാർ, വല്ലുപ്പമാർ പറയുന്നുണ്ട്, ഉസ്താദെ, ഈ അഖീഖ അറുത്ത ഇറച്ചി വേവിച്ച് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും ബാധ്യതയുണ്ടോ? അതിലെന്തെങ്കിലും ഇസ്ലാമിക അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. അതാണ് ഏറ്റവും നല്ല സുന്നത്ത്. അതായത് അഖീഖയുടെ ഇറച്ചി നമ്മൾ വേവിച്ച് അറുത്തു, ആ മൃഗത്തെ അറുത്തു, അതിന്റെ ഭക്ഷണം തയ്യാറാക്കി അത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് സുന്നത്തായ രീതി എന്ന് തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. ഇനി ചില നാടുകളിൽ മറ്റൊരു സംശയമാണ്. ചില നാടുകൾ പറയുന്നുണ്ട്, ഉസ്താദെ, ഈ വയറ്റാട്ടി എന്ന് പറയില്ലേ, പേറ്റിച്ചി, വയറ്റാട്ടി എന്നൊക്കെ പല നാടുകൾ പലതാണ് പ്രസവം എടുക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലുകളാണ്, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലാണെങ്കിലും ചില ഉമ്മമാര് ചില നാടുകളിൽ ഇപ്പോഴും വയറ്റാട്ടിയെ കൊണ്ടുവന്ന് ശുശ്രൂഷയൊക്കെ കൊടുക്കുന്നുണ്ട്, മുടി കളയൽ, അങ്ങനെ ചില ആളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അഖീഖ ഇറക്കുമ്പോ വലത് കുറക്, ആ മൃഗത്തിന്റെ വലത് കുറക് പേറ്റിച്ചിക്ക് വയറ്റാട്ടിക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും ദീനിൽ അടിസ്ഥാനം ഉണ്ടോ എന്ന് ഒരു സംശയം വന്നിട്ടുണ്ട്. ഈ വലത് കുറക് എന്ന് പറഞ്ഞാൽ കാലിന്റെ മുട്ടാണ്, ഈ സന്ധി ഭാഗം, ആ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുണ്ടായി? അങ്ങനെ നൽകുക പ്രത്യേകം സുന്നത്ത് തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മുടെ ആ കുഞ്ഞിനെ പ്രസവത്തിന് നിന്ന പേറ്റിച്ച് വയറ്റാട്ടിക്ക് വലതു കുറക് കൊടുക്കൽ സുന്നത്താണ്. ഇനി 1-2 പേരുണ്ടെങ്കിൽ അത് 2 പേർക്ക് കൂടി വീതിച്ച് കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പ്രത്യേകം കിതാബുകൾ കാണാം. ഇനിയോ ഈ മാംസം വേവിച്ച് കൊടുക്കലാണ് സുന്നത്താണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ മാംസം വേവിച്ച് കൊടുക്കുമ്പോൾ ഒരല്പം മധുരം ഇടുന്നത് നല്ലതാണ് എന്ന് ചില ആളുകൾ പറയുന്നത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ട്. തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, മധുരം കൊടുക്കുമ്പോൾ കുട്ടി ഒരു മാധുര്യ സ്വഭാവമുള്ള, ഒരു മാർദ്ദവത്വമുള്ള, എല്ലാവരോടും അനുകമ്പയുള്ള കുഞ്ഞാകാൻ കാരണമായേക്കാമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. ഇനി അതോടൊപ്പം മറ്റൊരു സംശയം, ഉസ്താദെ, ചില ആളുകൾ പറയുന്നുണ്ട് അഖീഖയുടെ എല്ല് പൊട്ടാൻ പാടില്ല. അത് അറുക്കുന്നവരും ശരി തന്നെ, കഴിക്കുന്നവരും ശരി തന്നെ. ആ എല്ലൊന്നും കടിച്ച് പൊട്ടിച്ച് കളയരുത് എന്ന് പറയുന്നതൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമുണ്ട്. പരമാവധി എല്ല് പൊട്ടിക്കാതിരിക്കലാണ് സുന്നത്ത്. കാരണം എല്ല് പൊട്ടൽ ജീവിതത്തിലെ കുഞ്ഞിന്റെ ശരീരത്തിന്റെ എല്ല് പൊട്ടുന്നതുമായി ബന്ധമുണ്ട്, അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ പള്ളിയില് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമുക്കൊരു കുഞ്ഞുണ്ട്, ഒരു 7 വീട് പരിസരത്തുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണം, ഒരു 7 വീട്ടുകാർ കൂടി ഒരു മാടിനെ വാങ്ങി, ഒരു പോത്തിനെ വാങ്ങി. ഒരു ഷെയർ നമുക്കാണ്. അങ്ങനെ ഷെയർ ചേർന്ന് അഖീഖ അറുക്കാമോ? അത് കഴിയും. ഇനി 2 ഷെയർ വാങ്ങി. എങ്ങനെയാണ്? പള്ളിയിൽ ഉളുഹിയ കർമ്മം. ഒരു പോത്തിനെ വാങ്ങിയിട്ട് കമ്മിറ്റിക്കാർ പറയാണ് 7 ഷെയർ ഉണ്ട്, ഇഷ്ടമുള്ളവർക്ക് കൂടാം. നമ്മൾ 2 ഷെയർ, ഒന്ന് നമ്മുടെ ഉളുഹിയയും ഒന്ന് നമ്മുടെ അഖീഖത്തുമായി നമുക്ക് വാങ്ങാം, പ്രശ്നമില്ല. ഇനി ഈ അഖീഖയുടെ ഇറച്ചി മുസ്ലിമീങ്ങൾക്ക് നൽകാമോ? പാടില്ല. അത് ഇബാദത്തിന്റെ ഭാഗമാണ്. ഉളുഹിയയുടെ നിയമം എങ്ങനെയാണോ അതുപോലെയാണ്, അതേ നിയമം തന്നെയാണ് അഖീഖയ്ക്കുമുള്ളത്. നമ്മുടെ തൊട്ടടുത്ത്, അതായത് വീട്ടിൽ തൊട്ടടുത്ത് ഒരു അയൽവാസി ഹൈന്ദവ സഹോദരനാണ്. ആ അറുക്കുന്ന മൃഗത്തിന്റെ ഇറച്ചി കൊടുക്കരുത്. നമ്മൾ പൈസ കൊടുത്തു വേറെ ഇറച്ചി വാങ്ങി കൊടുക്കണം, ഒരു സന്തോഷമാണ്. ഇനി കറി വെച്ചും കൊടുക്കാൻ പാടില്ല. കറി വെച്ച് ഈ ഉളുഹിയയുടെ മൃഗം, നമ്മൾ ഈ അഖീഖയുടെ മൃഗത്തിന്റെ ഇറച്ചിയോ മാംസമോ ഒന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ പൈസ കൊടുത്തു വേറെ വാങ്ങി കൊടുക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ഇബാദത്തിന്റെ ഭാഗമാണ്, അത് നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു സംശയമാണ്, ഈ കുഞ്ഞിന് വേണ്ടിയുള്ള ഈ അഖീഖത്ത് ഉണ്ടല്ലോ, ഏത് ദിവസമാണ് അറുക്കേണ്ടത്? ഈ അഖീഖത്ത് ഏത് ദിവസമാണ് അറുക്കേണ്ടത്? അതായത് കുഞ്ഞ് ജനിച്ച് 7-ാം ദിവസം, കുഞ്ഞ് ജനിച്ച് 7-ാം ദിവസം, അത് രാത്രിയാണ് പ്രസവിച്ചെങ്കിൽ പിറ്റന്ന് പകൽ മുതൽ കൂട്ടുക, പകലാണ് പ്രസവിച്ചെങ്കിൽ ആ സമയം മുതൽ കൂട്ടുക. അങ്ങനെ 7-ാം ദിവസം, അല്ലെങ്കിൽ 14, അല്ലെങ്കിൽ 21, അല്ലെങ്കിൽ 28 എന്നിങ്ങനെയുള്ള 7ന്റെ ഗുണനപ്പട്ടികൾ വരുന്ന ദിവസങ്ങളിലാണ് പ്രത്യേകം സുന്നത്ത് എന്ന് ബുജൈരിമി പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. എങ്ങനെ? 7 ദിവസം, അല്ലെങ്കിൽ 14 ദിവസം, 21, 28, അങ്ങനെ 7ന്റെ പട്ടിക വരുന്ന ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പട്ടിക വരുന്ന ദിവസങ്ങളിൽ വെച്ച്
വെച്ച് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പ്രത്യേകം നമ്മൾ കാണാം. അതുപോലെ മറ്റൊരു സംശയമാണ് ഉസ്താദെ, ഗൾഫിലാണ് പ്രസവിച്ചത്, അവിടെ ആടിനെ നിറത്തു കൊടുക്കാൻ പറ്റൂല, അപ്പൊ അതിന്റെ അറവ് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? പറ്റും. നമ്മുടെ മരുമകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ പ്രസവിച്ചു ഗൾഫിലാണ്, ആ കുട്ടിയുടെ അക്കീക്ക അവിടെ കൊടുക്കാൻ പറ്റൂല, നമുക്ക് നാട്ടിൽ കൊടുക്കാം. നാട്ടിൽ കൊടുക്കുമ്പോൾ എന്താ പറയാ, കുഞ്ഞു നാട്ടിൽ വേണമെന്നില്ല, നമ്മൾ കൊടുത്താൽ മതി, നീയത്ത് വെച്ചാൽ മതി, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അങ്ങനെ ആ കാര്യം നിറവേറ്റാൻ കഴിയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. കുറഞ്ഞ സമയം, കൂടുതൽ അറിവ്. ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റിലൂടെ എഴുതി ചോദിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളിലേക്ക് ലഭിക്കാൻ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഇതിനു വേണ്ടി ദുആ ചെയ്യുക. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹ് കബൂലാക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും കാണുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് അൽഹംദുലില്ലാ മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും മഹാന്മാരുടെ ജീവിതത്തിന്റെ ചര്യയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ചരിത്ര പഠനം എല്ലാ ദിവസവും ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ കയറാം. അതിലൂടെ തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലിയിട്ടുള്ള അൽഹംദുലില്ലാ അത്ഭുതത്തിന്റെ സദസ്സാണ്. 10,000 ആമീൻ പറയുന്ന പ്രാർത്ഥനാ സദസ്സ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.